ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആകുന്നു. അപ്പോൾ ഈ ഒരു വിഷയവുമായി സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഏൻഷ്യൻ ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ പ്രാചീന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആരാകുന്നു? അദ്ദേഹത്തിന്റെ പേരാകുന്നു ചാണക്യൻ. ചാണക്യനെയാണ് ഏൻഷ്യൻ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നും അല്ലെങ്കിൽ പ്രാചീന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആകുന്നു ചാണക്യൻ. എന്നാൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു ക്വസ്റ്റൻ അല്ല. നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേരെന്താകുന്നു? ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേരെന്താകുന്നു? അദ്ദേഹത്തിന്റെ പേരാകുന്നു ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് എഴുതിയ പ്രസിദ്ധമായ പുസ്തകമുണ്ട്, അതിന്റെ പേരാകുന്നു വെൽത്ത് ഓഫ് നേഷൻ. ആഡം സ്മിത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു തിയറി ഉണ്ട്, ആ തിയറിയുടെ പേരാകുന്നു ലേസസ് ഫെയർ തിയറി. ആഡം സ്മിത്തിന്റെ മറ്റൊരു പേരുകൾ കൂടി അറിയപ്പെടുന്നുണ്ട്. ആഡം സ്മിത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാകുന്നു ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്നും ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നും ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നും അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാകുന്നു ആഡം സ്മിത്ത്. എന്നാൽ ഏൻഷ്യൻ ഫാദർ ഓഫ് എക്കണോമിക്സ്, പ്രാചീന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാണക്യനാകുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. നമ്മളോട് ചോദിക്കാറുള്ളത് ഫാദർ ഓഫ് എക്കണോമിക്സ്, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്നീ പേരിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാകുന്നു ആഡം സ്മിത്ത്. ആഡം സ്മിത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു തിയറി ഉണ്ട്, അതിന്റെ പേരാകുന്നു ലേസസ് ഫെയർ തിയറി. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ബുക്ക് ഉണ്ട്, അതിന്റെ പേരാകുന്നു വെൽത്ത് ഓഫ് നേഷൻ. ഇനി ഫാദർ ഓഫ് മോഡേൺ മൈക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാകുന്നു, അതായത് എക്കണോമിസ്റ്റ് ആകുന്നു ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലിനെയാണ് ഫാദർ ഓഫ് മോഡേൺ മൈക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്തിനെയാണ്. അതുപോലെ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നും അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്നും എന്നീ പേരിൽ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആകുന്നു ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നാണ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്നാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാം. ഏൻഷ്യൻ ഫാദർ ഓഫ് എക്കണോമിക്സ് ചാണക്യൻ, ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് മോഡേൺ മൈക്രോ എക്കണോമിക്സ് ആൽഫ്രഡ് മാർഷൽ, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്, ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. Next, we are going to discuss the topic is ഇന്ത്യൻ ബാങ്കിംഗ് മേഖല, ചരിത്രം, ലയനം. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ബാങ്കിംഗ് മേഖല, ചരിത്രം, ലയനം. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്നത് 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്നത് 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആകുന്നു. പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ബാങ്കുകളാകുന്നു ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. ബാങ്ക് ഓഫ് ബംഗാളിന്റെ പഴയ പേരാകുന്നു ബാങ്ക് ഓഫ് കൊൽക്കത്ത. 1806 സ്ഥാപിതമായ ബാങ്ക് ഓഫ് കൊൽക്കത്തയാണ് 1809 ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നത്. 1840 ബാങ്ക് ഓഫ് ബോംബെയും 1843 ബാങ്ക് ഓഫ് മദ്രാസും സ്ഥാപിതമായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ മൂന്ന് ബാങ്കുകളെയും, അതായത് ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ മൂന്ന് ബാങ്കുകളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. അപ്പോൾ 1921 രൂപം കൊണ്ട ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ മൂന്ന് ബാങ്കുകളും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് രൂപം കൊണ്ട ബാങ്കാകുന്നു. ഓക്കെ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ മൂന്ന് ബാങ്കുകളെ സംയോജിപ്പിച്ച് 1921 ഇംപീരിയൽ ബാങ്ക് ഉണ്ടാകുവാൻ കാരണമായ നിയമമാകുന്നു 1861 വന്ന പേപ്പർ കറൻസി നിയമം. 1861 നിലവിൽ വന്ന പേപ്പർ കറൻസി നിയമത്തിലൂടെയാണ് ഈ മൂന്ന് ബാങ്കുകളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് 1921 ഇംപീരിയൽ ബാങ്ക് നിലവിൽ വരുന്നത്. 1861 പേപ്പർ കറൻസി നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ഈ ബാങ്കുകളൊക്കെ തന്നെ, അതായത് ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ് തുടങ്ങിയ ബാങ്കുകളൊക്കെ തന്നെ സ്വതന്ത്രമായി കറൻസികൾ പ്രിന്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രിന്റ് ചെയ്ത കറൻസികൾ കാരണമായിട്ട് വിപണിയിൽ പണത്തിന്റെ മൂല്യത്തിന് വൻ ഇടിവ് സംഭവിച്ചു. പേപ്പർ കറൻസി നിയമത്തിലൂടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ബാങ്കുകൾക്ക് സ്വതന്ത്രമായി നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ പാടില്ല. നോട്ടുകൾ പ്രിന്റ് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ഗവൺമെന്റ് അംഗീകൃത ബാങ്കുകൾക്കാണ്. അത്തരം ഗവൺമെന്റ് അംഗീകൃത ബാങ്കുകളിൽ അച്ചടിച്ച നോട്ടുകൾ മാത്രമേ വാലിഡ് ആവുകയുള്ളൂ. എന്ന ഈ നിയമത്തിലൂടെ ഈ മൂന്ന് ബാങ്കുകളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് 1921 ഇംപീരിയൽ ബാങ്ക് ഉണ്ടായി. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്കിന്റെ നടത്തിപ്പിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് വന്ന കമ്മീഷന്റെ പേരാകുന്നു ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷന് പറയുന്ന മറ്റൊരു പേരാകുന്നു റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. അതായത് 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്കിന്റെ നടത്തിപ്പിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി വന്ന കമ്മീഷന്റെ പേരാകുന്നു ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷന് പറയുന്ന മറ്റൊരു പേരാകുന്നു റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. ഈ ഒരു ഹിൽട്ടൺ യങ് കമ്മീഷന്റെ, അതായത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യക്ക് ഒരു സെൻട്രൽ ബാങ്ക് വേണം എന്ന നിർദ്ദേശം വരുന്നത്.
അതിലൂടെയാണ് 1935 ഇന്ത്യക്ക് ഒരു സെൻട്രൽ ബാങ്ക് നിലവിൽ വരുന്നത്. ആ ബാങ്കിന്റെ പേരാകുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് 1935 നിലവിൽ വന്ന ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരാൻ കാരണമായ കമ്മീഷന്റെ പേരാകുന്നു ഹിൽട്ടൺ യങ് കമ്മീഷൻ, അതായത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. 1935 രൂപീകൃതമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെടുന്നത് 1949 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെടുന്നത്. 1921 നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്കാണ് 1955 SBI ആയി മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് 1921 രൂപം കൊണ്ട ഇമ്പീരിയൽ ബാങ്കാണ് 1955 SBI ആയി മാറുന്നത്. ഇപ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും 1770 കൊൽക്കത്തയിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ത് സംഭവിച്ചു എന്ന്. കൊൽക്കത്തയിൽ 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 62 വർഷക്കാലമാണ് പ്രവർത്തിച്ചത്. അത് 1832 പ്രവർത്തനം നിർത്തുകയാണ് ഉണ്ടായത്. ദെൻ മറ്റൊരു പോയിന്റ് കൂടി ഇവിടെ പറയുന്നുണ്ട്. മാക്രോ എക്കണോമിക്സിന്റെ പിതാവായ ജോൺ മൈനാർഡ് കെയ്ൻസ് എഴുതിയ വളരെ പ്രശസ്തമായ ഒരു ബുക്കുണ്ട്. അതിന്റെ പേരാകുന്നു ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. ജനുവരി 27 രൂപം കൊണ്ട ഇമ്പീരിയൽ ബാങ്ക് SBI ആയി മാറുന്നത് 1955 1955 ഏപ്രിൽ 1 ഇമ്പീരിയൽ ബാങ്ക് SBI ആയി മാറുന്നതുമായി സംബന്ധിച്ച് നിയമം പാസാക്കുകയും മെയ് 8 ആ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ജൂലൈ 1 SBI നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ 1955 ജൂലൈ 1 SBI നിലവിൽ വന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാകുന്നു SBI. SBIയുടെ ആപ്തവാക്യമാകുന്നു പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1959 SBI സബ്സിഡിയറി ആക്ട് നിലവിൽ വരുന്നു. ഈ ആക്ടിലൂടെയാണ്, അതായത് ഈ നിയമത്തിലൂടെയാണ് 1959 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 8 ബാങ്കുകളെ SBIയിലേക്ക് മെർജ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. SBIയിലേക്ക് മെർജ് ചെയ്യപ്പെട്ട 8 ബാങ്കുകളാകുന്നു ബാങ്ക് ഓഫ് ബിക്കനീർ, ബാങ്ക് ഓഫ് ജയ്പൂർ, ബാങ്ക് ഓഫ് ഹൈദരാബാദ്, ബാങ്ക് ഓഫ് ഇൻഡോർ, ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, ബാങ്ക് ഓഫ് പട്ടിയാല, ബാങ്ക് ഓഫ് മൈസൂർ, ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഈ ബാങ്കുകളെല്ലാം ഒറ്റയടിക്ക് SBIയുമായി ലയിക്കുകയല്ല ചെയ്തത്. ഘട്ടം ഘട്ടമായി 50ഓളം വർഷങ്ങൾ കൊണ്ടാണ് ഈ 8 ബാങ്കുകളും SBIയിലേക്ക് മെർജാകുന്നത്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ, അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ബാങ്കുകളുടെ ആദ്യ മെർജിംഗ് നടക്കുന്നത് 1963 1963 സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകളുടെ ആദ്യ മെർജിംഗ് നടക്കുന്നത്. അന്ന്, അതായത് 1963 മെർജ് ചെയ്യപ്പെട്ട 2 ബാങ്കുകളാകുന്നു ബാങ്ക് ഓഫ് ബിക്കനീറും ബാങ്ക് ഓഫ് ജയ്പൂറും. ബാങ്ക് ഓഫ് ബിക്കനീറും ബാങ്ക് ഓഫ് ജയ്പൂറും 1963 മെർജാവുകയും പിന്നീട് ഈ 2 ബാങ്കുകളെയും കൂടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ എന്നറിയപ്പെട്ടു, അതായത് SBBJ എന്നറിയപ്പെട്ടു. 1963 ബാങ്ക് ഓഫ് ബിക്കനീറും ബാങ്ക് ഓഫ് ജയ്പൂരും കൂടി മെർജായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ ആയി മാറിയപ്പോൾ SBIയിലേക്ക് ലയിക്കാനിരുന്ന 8 ബാങ്കുകളിൽ നിന്ന് അത് 7 ബാങ്കുകളായി കുറയുന്നു. പിന്നീട് SBIയിലേക്ക് ലയിക്കാൻ എത്ര ബാങ്കുകളുണ്ട്? 7 ബാങ്കുകളുണ്ട്. അവയാകുന്നു: ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ ആൻഡ് ബിക്കനീർ, സെക്കൻഡ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, മൂന്നാമത്തത് ബാങ്ക് ഓഫ് ഇൻഡോർ, നാലാമത്തത് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, അഞ്ചാമത്തത് ബാങ്ക് ഓഫ് പട്ടിയാല, ആറാമത്തത് ബാങ്ക് ഓഫ് മൈസൂർ, ഏഴാമത്തത് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഇനി 7 ബാങ്കുകളാകുന്നു SBIയിലേക്ക് മെർജ് ചെയ്യാനുള്ളത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, അതായത് 2008 ബാങ്ക് ഓഫ് സൗരാഷ്ട്ര SBIയിലേക്ക് മെർജാകുന്നത്. അതിനുശേഷം 2010 ബാങ്ക് ഓഫ് ഇൻഡോറും SBIയിലേക്ക് മെർജാകുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ടോട്ടൽ 7 ബാങ്കിൽ ഇനി 5 ബാങ്കാണ് ബാലൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 7 ബാങ്കുകളിൽ ഇനി 5 ബാങ്കുകൾ കൂടിയാണ് SBIയിലേക്ക് മെർജാകാനുള്ളത്. ഓക്കെ, പിന്നീട് 2017 ഈ ബാലൻസ് ഉള്ള 5 ബാങ്കുകളും അതിൻ്റെ കൂടെ ഭാരതീയ മഹിളാ ബാങ്കും കൂടി SBIയിലേക്ക് മെർജാകുന്നു. അങ്ങനെ ഈ ഒരു 1959 വന്ന SBI സബ്സിഡിയറി ആക്ട് കംപ്ലീറ്റ് ആകുന്നു. അതായത് 1959 വന്ന SBI സബ്സിഡിയറി ആക്ട് കംപ്ലീറ്റ് ആകുന്നത്, ആ ഒരു നിയമം ഫുൾഫിൽ ആകുവാനായിട്ട് 58 വർഷങ്ങളെടുത്തു. 2017 ഏപ്രിൽ 1 കൂടിയിട്ടാണ് ഈ 8 ബാങ്കുകളും SBIയിലേക്ക് മെർജാകുന്നത്. അതിൻ്റെ കൂടെ മറ്റൊരു ബാങ്ക് കൂടി SBIയിലേക്ക് മെർജാകുന്നുണ്ട്. അത് ഭാരതീയ മഹിളാ ബാങ്ക് ആകുന്നു. 2013 നവംബർ 19 സ്ഥാപിതമായ ഭാരതീയ മഹിളാ ബാങ്കും കൂടി SBIയിലേക്ക് ലയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ 1959 ഈ ഒരു 8 ബാങ്കുകളെയും SBIയിലേക്ക് മെർജാക്കുക എന്നുള്ളൊരു നിയമം പാസ്സാക്കുകയും ആ നിയമം പാസ്സാക്കുവാനായിട്ട് 58 വർഷങ്ങൾ എടുക്കുകയും ചെയ്തു. 2017 കൂടി ഈ 8 ബാങ്കുകളും SBIയിലേക്ക് മെർജാകുന്നു. അതിൻ്റെ ഒപ്പം തന്നെ 2013 നവംബർ 19 സ്ഥാപിതമായ ഭാരതീയ മഹിളാ ബാങ്ക് കൂടി SBIയിലേക്ക് മെർജാകുന്നു. ഓക്കെ, 2017 ഏപ്രിൽ 1 കൂടിയിട്ട് ഈ ഒരു നിയമം കംപ്ലീറ്റ് ആകുന്നു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതീയ മഹിളാ ബാങ്കിനെ കുറിച്ചാകുന്നു. ഭാരതീയ മഹിളാ ബാങ്ക് 2013 നവംബർ 19 ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിക്കുന്നത്. നവംബർ 19 എന്നത് ഇന്ദിരാഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി ആകുന്നു.
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ബാങ്കാകുന്നു ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യ ചെയർമാനാകുന്നു ഉഷ അനന്ത സുബ്രഹ്മണ്യൻ. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നതാകുന്നു ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആപ്തവാക്യം. 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക്, അതായത് SBIയിലേക്ക് മെർജായി. അതിനുശേഷം ഇന്ത്യയിൽ 2020 9 ബാങ്കുകളെ വെച്ച് മെഗാ മെർജിംഗ് നടക്കുകയുണ്ടായി. 2020 മെഗാ മെർജിംഗിലൂടെ നിലവിൽ വന്ന നാഷണലൈസ്ഡ് ബാങ്കുകളാകുന്നു SBI, PNB, BOB, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവ 2020 മെഗാ മെർജിംഗിലൂടെ വന്ന നാഷണലൈസ്ഡ് ബാങ്കുകളാകുന്നു. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാകുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കുകളുടെ പേര് ആ ഒരു ഓർഡറിൽ പറയാം. ഫസ്റ്റ് റാങ്കിങ്ങിൽ വരുന്നത് SBI ആകുന്നു. അതിനുശേഷം PNB, അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദെൻ BOB, ബാങ്ക് ഓഫ് ബറോഡ, നാലാമത്തേത് കാനറ ബാങ്ക് ആകുന്നു. RBI, ദാറ്റ് മീൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, സർക്കാരിന്റെ ബാങ്ക് എന്നീ പേരുകളിൽ RBI അറിയപ്പെടുന്നു. RBIയുടെ ആസ്ഥാനം മുംബൈ ആകുന്നു. റിസർവ് ബാങ്കിന്റെ എംബ്ലത്തിൽ കാണുന്നത് എണ്ണപ്പനയും കടുവയുമാണ്. ഇന്ത്യയിലെ എല്ലാ വാണിജ്യ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാകുന്നു RBI. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നത് RBI ആകുന്നു. ₹1 ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും പ്രിന്റ് ചെയ്തിറക്കുന്നതിനുള്ള അവകാശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണുള്ളത്. ₹1 നോട്ട് പ്രിന്റ് ചെയ്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ആകുന്നു. നോട്ടടിക്കുന്നതിന് റിസർവ് ബാങ്ക് ആ നോട്ടുകളുടെ നിശ്ചിത മൂല്യം വരുന്ന ഗോൾഡോ ഫോറിൻ കറൻസിയുടെ ശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു. റിസർവ് ബാങ്കാണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും വായ്പ കൊടുക്കുന്നത്. അതായത് നമുക്കറിയാം, എല്ലാ ബാങ്കുകളുടെയും വരുമാന മാർഗം എന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന ഡെപ്പോസിറ്റ്സ് ആകുന്നു. നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലൂടെയോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റികളോ ഗോൾഡോ ഒക്കെ ആയിട്ട് നമ്മൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നവയാണ് ബാങ്കിന്റെ വരുമാന മാർഗം. എന്നാൽ ഇത് തികയാതെ വരുമ്പോൾ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും കടം എടുക്കുന്നു. റിസർവ് ബാങ്ക് ഈ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമ്പോൾ അതിന് ഒരു നിശ്ചിത റേറ്റ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ട്. ഓക്കെ, റിസർവ് ബാങ്ക് ഇന്ത്യയിലെ മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പണത്തിന്റെ പലിശ കൂട്ടുന്നതനുസരിച്ച് ഈ വാണിജ്യ ബാങ്കുകളും അവരുടെ വായ്പയിലുള്ള ഇൻട്രസ്റ്റ് കൂട്ടുകയും അപ്പോൾ ആളുകൾ ബാങ്കിൽ നിന്നും പണം കടം വാങ്ങുന്നത് കുറയുകയും അതുകാരണമായി കമ്പോളത്തിൽ പണപ്പെരുപ്പം കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വായ്പകളുടെ നിയന്ത്രകനായും കമ്പോളത്തിലെ പണപ്പെരുപ്പത്തിന്റെ നിയന്ത്രകനായും റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് RBI നൽകുന്ന വായ്പകൾക്കോ അല്ലെങ്കിൽ മറ്റു സഹായങ്ങൾക്കോ പകരമായി RBI പലിശയോ മറ്റു യാതൊരു പ്രതിഫലമോ വാങ്ങുന്നില്ല. എന്നാൽ ഈ സേവനങ്ങൾക്ക് RBI അതാത് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി വാങ്ങിച്ചു വെക്കാറുണ്ട്. എന്താണ് മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയത്തെയാണ്, ഒരു പോളിസിയെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഇതെന്തിനാണ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം എന്നിവ നിയന്ത്രിക്കുവാനും പരിഹരിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു നയം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യത്തെ, തൊഴിലില്ലായ്മയെ, ദാരിദ്ര്യത്തെ, പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുവാനും പരിഹരിക്കുവാനും കഴിയുന്നത് 2 പേർക്ക് മാത്രമാണ്. ഒന്നാമത്തത് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിനും, 2 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് റിസർവ് ബാങ്ക് ആണെങ്കിൽ റിസർവ് ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്ന ഈ നയങ്ങളെ നമുക്ക് മോണിറ്ററി പോളിസി എന്ന് പറയാം. അതേസമയം ഇത്തരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം ഈ തുടങ്ങിയ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ രാജ്യത്തെ ഗവൺമെന്റ് ആണെങ്കിൽ ആ നയങ്ങളെ നമുക്ക് ഫിസിക്കൽ പോളിസി എന്ന് പറയാം. ഫിസിക്കൽ പോളിസിയെക്കുറിച്ച് നമ്മുടെ സിലബസിൽ പഠിക്കാനില്ല, നമുക്ക് മോണിറ്ററി പോളിസിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മോണിറ്ററി പോളിസിക്ക് 2 ടൂൾസ് ആണുള്ളത്. മോണിറ്ററി പോളിസിക്ക് 2 ടൂൾസ് ആകുന്നുള്ളത്. ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്, സെക്കൻഡ് ഈസ് ക്വാളിറ്റേറ്റീവ് ടൂൾസ്. നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മോണിറ്ററി പോളിസിയിലെ ഈ 2 ടൂൾസിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിലും ക്വാളിറ്റേറ്റീവ് ടൂൾസിലും നമുക്ക് പഠിക്കാനുള്ള ടൂൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്നുള്ളതാണ്. ഓക്കെ, ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് മെയിനായിട്ട് 5 എണ്ണമാകുന്നു ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ CRR, രണ്ടാമത്തത് SLR, മൂന്നാമത്തത് റിപ്പോ റേറ്റ്, നാലാമത്തത് റിവേഴ്സ് റിപ്പോ റേറ്റ് ആൻഡ് അഞ്ചാമത്തേത് ബാങ്ക് റേറ്റ്. ഇങ്ങനെ 5 ടൂൾസ് ആകുന്നു ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മോണിറ്ററി പോളിസിയിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്ന CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ് ഇവ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് CRR എന്താണെന്ന് നോക്കാം. CRRന്റെ ഫുൾ ഫോം ആകുന്നു ക്യാഷ് റിസർവ് റേഷ്യോ. ഇതെന്താണെന്ന് നോക്കാം.
ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്ന് പറഞ്ഞു തരാം. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്കുകളും അവരുടെ ബാങ്കിൽ വരുന്ന ക്യാഷിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് എമൗണ്ട് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് CRR എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് ബാങ്കിൽ വരുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ നിശ്ചിത പെർസെന്റേജ് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതിനെ പറയുന്ന പേരാകുന്നു CRR. ഇതിനെ നമ്മൾ പറയുന്നത് ഒരു ബാങ്ക് ആ ബാങ്കിൽ വരുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ, അതായത് NDTLന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് പൈസ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതിന് പറയുന്ന പേരാകുന്നു CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ. ഇനി നമുക്ക് SLR എന്താണെന്ന് നോക്കാം. SLRന്റെ ഫുൾ ഫോം ആകുന്നു സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതായത് SLR എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്കിലും വരുന്ന പണത്തിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് എമൗണ്ട് അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ടതിന് പറയുന്ന പേരാകുന്നു SLR. അതായത് നമുക്കിതിനെ NDTLന്റെ, അതായത് ഒരു ബാങ്കിൽ വരുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ ഒരു നിശ്ചിത പെർസെന്റേജ് ധനം അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം, ഇതിന് പറയുന്ന പേരാകുന്നു SLR. ഇവിടെ പണമായിട്ട് തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ SLRൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടോ അതായത് ബാങ്കിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇതേ ബാങ്കിൽ വരുന്ന പൈസയുടെ നിശ്ചിത പെർസെന്റേജ് നമ്മൾ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുമ്പോൾ അത് CRR ആയി മാറും. CRRൽ നമ്മൾ ഈ പറയുന്ന പോലെ പൈസ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ CRRും SLRും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൽ വരുന്ന ക്യാഷിന്റെ നിശ്ചിത പെർസെന്റേജ് ക്യാഷ് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നതിന് പറയുന്ന പേരാകുന്നു CRR. SLR എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൽ വരുന്ന ക്യാഷിന്റെ നിശ്ചിത പെർസെന്റേജ് പൈസ അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്നതിന് പറയുന്ന പേരാകുന്നു SLR. SLRൽ അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്ന കേസിൽ നമുക്ക് അവിടെ ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടോ ഒക്കെ നമുക്ക് സൂക്ഷിക്കാം. എന്നാൽ റിസർവ് ബാങ്കിലേക്ക് നമ്മൾ സൂക്ഷിക്കുമ്പോൾ എങ്ങനെയാണ്, അവിടെ നിശ്ചിത പെർസെന്റേജ് ക്യാഷ് ആണ് റിസർവ് ബാങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്.